കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിന്റെ മടങ്ങി വരവും പ്രവചന പഠനമെന്ന 25ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ 7 പ്രാവശ്യം തന്റെ വരവിനെ പറ്റി താൻ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ 4ാമത്തെ സ്ഥലത്തെ പ്രസ്താവിച്ച കാര്യമാണ് രേഖപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 57-ാമത്തെ വാക്യം മുതൽ 66 വരെ വാക്യമാണ്. ഇതിലാണ് നമ്മുടെ കർത്താവ് വരുമെന്ന് പറയുന്നത്. സേവകന്മാർ, മഹാപുരോഹിതന്മാരും ന്യായാധിപസൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലത് പറഞ്ഞെങ്കിൽ ഒത്തുവന്നില്ല. 2 കള്ളസാക്ഷികൾ വന്നു. അവര് പറഞ്ഞത് ആരെയും ശിക്ഷിക്കപ്പെടത്തക്കവണ്ണുള്ള വാക്കുമല്ല. ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയും, ഇത്രേ പറഞ്ഞുള്ളൂ. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. കാരണം ആ ചോദ്യങ്ങളൊന്നും പ്രസക്തമായ ചോദ്യവുമല്ല, ഒരു വ്യാജമായ ചോദ്യമായതുകൊണ്ട് നമ്മുടെ കർത്താവ് വ്യാജ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവമക്കളും നമ്മളും വ്യാജമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമ്മൾ തുനിയരുത്. യേശു ഒന്നും മിണ്ടാതിരുന്നപ്പോൾ മഹാപുരോഹിതൻ അടുത്തൊരു ചോദ്യം ചോദിച്ചു, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ഇതിനോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിന്റെ മറുപടി അന്നേരമാ പറഞ്ഞത്. യേശു മറ്റൊന്നും മറുപടി പറഞ്ഞില്ല. യേശു പറഞ്ഞ മറുപടി, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. 65ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ദൈവദൂഷണം പറഞ്ഞു. ഈ സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? മഹാപുരോഹിതൻ തന്റെ തലമുടി പിച്ചി പറിക്കരുത്. ലേവ്യ 21:10. അടുത്ത പറഞ്ഞിരിക്കുന്നത് തന്റെ വസ്ത്രം കീറുകയും അരുതേ. എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു എന്ന് പറഞ്ഞ ഒറ്റ വാക്കിന്റെ മുമ്പിൽ മഹാപുരോഹിതൻ വസ്ത്രം കീറി. ഒരിക്കലും പാടില്ലാത്ത കാര്യം അദ്ദേഹം ചെയ്തു. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എബ്രായ ലേഖനം 7-ാമത്തെ 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള മഹാപുരോഹിതനെ നമുക്ക് വേണ്ടുന്നത്. ക്രിസ്തുവാകുന്ന മഹാപുരോഹിതന്റെ മുമ്പിൽ ന്യായപ്രമാണത്തിന്റെ നിയമപ്രകാരം ഒരു മഹാപുരോഹിതനെ പാടുള്ളൂ. പ്രമാണങ്ങൾ തെറ്റിച്ച് 2 മഹാപുരോഹിതന്മാർ
അപ്പുറവും ഇപ്പുറവും ഇരിക്കുകയാണ്. ഇവരൊന്നാമത് പ്രമാണം ലംഘിച്ചവരാണ്. ബൈബിളുമായി യാതൊരു ബന്ധമില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നേക്കുള്ള മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിതന്റെ മുമ്പിൽ ഈ മഹാപുരോഹിതന്മാർക്ക് നിൽപ്പാൻ കഴിയാഞ്ഞതുകൊണ്ട് മഹാപുരോഹിതൻ തന്റെ വസ്ത്രം വലിച്ചു കീറി. അതിന് വലിയൊരു ആത്മീയത്വമുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷ എന്നേക്കുമായി കയ്യാഭാവിന്റെ കാലത്തോടുകൂടി അവസാനിച്ചു. പുതിയ നിയമകാലത്തെ പൗരോഹിത്യം എന്നൊരു ശുശ്രൂഷ വിശുദ്ധ ബൈബിളിലില്ല. പ്രത്യേകമായ വസ്ത്രം ധരിച്ചുകൊണ്ടും അങ്ങനെയുള്ളതായി യാതൊരു കാര്യവും ദൈവവചനം പറയുന്നില്ല. പുതിയ നിയമത്തിലെ പൗരോഹിത്യ ശുശ്രൂഷയില്ല. എന്നാൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്തുന്നത് ദൈവവചന അടിസ്ഥാനമല്ല, ദൈവവുമായി യാതൊരു ബന്ധമില്ല. ദൈവത്തിന്റെ വചനത്തിൽ അവർക്ക് അംഗീകാരം കൊടുത്തിട്ടില്ല. പിന്നെ പുതിയ നിയമത്തിൽ ആക്കി വെച്ചിരുന്ന ശുശ്രൂഷ ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും, ഇതാണ് പുതിയ നിയമ ശുശ്രൂഷ വൃന്ദം. അല്ലാതെ പൗരോഹിത്യം എന്ന് പറയുന്നത് പുതിയ നിയമ ദൈവവചനത്തില് ഇല്ല എന്നുള്ള കാര്യം എന്നെ കേൾക്കുന്നവരെ ഓർത്തുകൊള്ളുക. നാലാമത് പറഞ്ഞതൊന്നോട് ഓർപ്പിച്ച് ഞാനിവിടെ നിർത്തുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. പ്രവചനങ്ങൾ നിറവേറി കഴിയാറായി. അടുത്ത ഏറ്റവും വലിയ പ്രവചനം നമ്മുടെ കർത്താവ് വരുന്നതാണ്. അതിനുവേണ്ടി ഒരുങ്ങുക. ഭാരതം ഒരു വലിയ ഉണർവിനായി കാത്തിരിക്കുന്നു. അനേകായിരങ്ങൾ ഈ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഭാരതത്തിന് ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയൊരു ഉണർവ് നടക്കാൻ പോകുന്നു. ഭാരതത്തിൽ പലയിടത്തും ശക്തമേറിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി. പോകുവാൻ തയ്യാറാകുക. നമ്മുടെ വീടിനോട് നമ്മൾ അടുത്തിരിക്കുന്നു. യേശു വരാറായി. എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ വലിയ പ്രത്യാശയുണ്ട്. ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം മാറി അരുമനാഥൻ രാജ്യത്ത് എത്തിച്ചേരാറായി. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ.